ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് കൊഴുവ പീര പറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 400 ഗ്രാം കൊഴുവ പിന്നെ ഉപ്പെല്ലാം ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഉപ്പ് പുരട്ടി വെച്ചതാണിത്. പിന്നെ കുറച്ച് ഉപ്പ് അതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി എടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. അല്ലെങ്കിൽ കുടംപുളിയാണെങ്കിൽ ഒരു 2-3 കഷ്ണം എടുക്കുക. പിന്നെ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടത് നാളികേരം, ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളകാണ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. നമ്മൾ മോര് കൂട്ടാൻ, അവിയലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കാന്താരി മുളക് എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് എടുത്താലും മതി, നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇതിലൊരു കാന്താരി മുളക് ഒരു 8-10 എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ വേണം. പിന്നെ ചെറിയ ഉള്ളി ഒരു 6-7 എടുത്തിട്ടുണ്ട്, ചതച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം ഇത് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം. പിന്നെ ഇഞ്ചി ഇതേമാതിരി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ വെക്കാൻ മറന്നത്, ഞാൻ പറയാം. പിന്നെ കരിവേപ്പിൻ്റെ ഇല, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളിച്ചെണ്ണ. ഇത്ര സാധനമാണ് വേണ്ടത്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ നാളികേരം, പിന്നെ കാന്താരി മുളകും, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി 2 അല്ലിയും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി പിന്നെ കഷ്ണാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, കരിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നാളികേരം, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ചതച്ചെടുത്താണിത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ചട്ടി എടുക്കാം. ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ചതച്ചിട്ട നാളികേരമില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പുളി നമ്മൾ തിരുമ്പി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടില്ലേ പുളി, അത് നമുക്ക് ഈ മിക്സിയുടെ ഈ ജാറില്ലേ അതിൽ കഴുകിയിട്ട്, കാരണം ഇതിൽ നമുക്ക് വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും കൂടി കഴുകിയിട്ട് നമുക്ക് ഇത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. കാരണം മീനിൽ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, കാരണം മീനിൽ തന്നെ അതിൽ വെള്ളം വരും. ഇതിപ്പോൾ നമുക്ക് ഈ ചെറിയ ചാള വെച്ചിട്ട് നമുക്കിങ്ങനെ പീര വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. ഒന്ന് തിളക്കട്ടെ, തിളച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം മീനായിട്ടുണ്ടാവുള്ളൂ ഇതിൽ. ഞാൻ ഇന്നലെ കുറച്ച് കറി വെച്ചതാണ്, ബാക്കി മീനുകൊണ്ടാണ് ഞാൻ അതുണ്ടാക്കുന്നത്. നമുക്കിതൊന്നും കൂടി ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ നിന്ന് പറ്റി കിട്ടട്ടെ. ഒന്ന് ഇതേമാതിരി നമുക്ക് കൂട്ടി വയ്ക്കാം. അപ്പം നമ്മുടെ പീരയിലെ വെള്ളമെല്ലാം വറ്റി നമുക്കൊന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പെല്ലാം ശരിയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മീൻ പീര റെഡിയായി. ഇത് നമുക്ക് ചാള അല്ല മത്തി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഈ കൊഴുവ മീനിൻ്റെ കറി നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്